പത്രങ്ങളിലെല്ലാം ബി.ജെ.പി. സർക്കാരിന്റെ പരസ്യം പോലെയാണ് എക്സിറ്റ് പോളുകൾ നിറഞ്ഞു നിൽക്കുന്നത്. മോദി നിറഞ്ഞു, മോദി തരംഗം, കീഴടക്കി മോദി എന്നിങ്ങനെയുള്ള തലക്കെട്ടുകളും നിറഞ്ഞു നിൽക്കുകയാണ്. ക്ഷമ എന്ന ഘടകം ആരിലും ഇല്ലാതെ പോയോ, അതോ എല്ലാവരും കൊട്ടിഘോഷിക്കുന്ന കൂട്ടത്തിൽ ഞങ്ങളും കൊട്ടിഘോഷിക്കുന്നു എന്ന മട്ടാണോ? ജൂൺ 4 വരെ കാത്തിരിക്കാനുള്ള ക്ഷമ മാധ്യമങ്ങൾക്ക് ഇല്ല എന്ന് ഓർക്കുമ്പോൾ തന്നെ ദുഃഖം തോന്നുന്നു. ഒരു ദിവസം കൂടെ കാത്തിരുന്നാൽ അറിയാവുന്നതാണ് പല വിവരങ്ങളും. അതെല്ലാം പോട്ടെ എന്ന് വെക്കാം. കേരളത്തിൽ നടത്തിയ എക്സിറ്റ് പോളുകളാണ് തമാശ. ഇത്തവണ LDFന് ഒരു സീറ്റ് പോലും ഉണ്ടാകില്ലെന്നാണ് പറയുന്നത്. ഇപ്പോൾ ഇങ്ങനെ പറയുന്ന മാധ്യമങ്ങൾ തന്നെ ഫലപ്രഖ്യാപന ദിവസം LDF സർക്കാരിന്റെ വിജയം കൊട്ടിഘോഷിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ഇപ്പോൾ പറഞ്ഞത് മാറ്റി പറയേണ്ട സാഹചര്യം വരുമെന്ന് മറക്കണ്ട. ഡൽഹിയിൽ ഇപ്പോൾ BJP കേവല ഭൂരിപക്ഷം നേടില്ലെന്ന് യോഗേന്ദ്ര യാദവ് തറപ്പിച്ച് പറയുമ്പോൾ BJP 2019 303 സീറ്റ് എന്ന തസ്തിതി തുടരുമെന്ന് ഉറപ്പിച്ചു പറയുകയാണ് വിശകലന വിദഗ്ധൻ പ്രശാന്ത് കിഷോർ. ഒരുപക്ഷെ BJPയുടെ സീറ്റ് നില 320 വരെ ഉയർന്നേക്കുമെന്നും അദ്ദേഹം പറയുന്നുണ്ട്. തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ കണ്ടറിയാം എന്താണ് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഉണ്ടാകുന്നതെന്ന്. എക്സിറ്റ് പോൾ ഫലങ്ങൾ പൂർണ്ണമായും ശരിയാകുന്നതല്ല ഇന്ത്യയുടെ ചരിത്രം. 2004 എക്സിറ്റ് പോൾ ഫലങ്ങൾ കീഴ്മേൽ മറിഞ്ഞ ചരിത്രവും ഇന്ത്യക്കുണ്ട്. അതുകൊണ്ട് ജൂൺ 4 ഫലങ്ങൾ പുറത്തു വരുന്നതുവരെ ഇരുവരുടെയും പ്രവചനങ്ങളിൽ ഏതാണ് യാഥാർത്ഥ്യത്തോട് ചേർന്ന് നിൽക്കുന്നതെന്ന് തീർപ്പ് കൽപ്പിക്കാൻ സാധിക്കുകയില്ല. ഇപ്പോൾ പ്രവചിച്ചതിൽ താഴെ കിടക്കുന്നവർ മുകളിലോട്ടും മുകളിൽ കിടക്കുന്നവർ താഴോട്ടും വരാനുള്ള സാധ്യത തള്ളിക്കളയാൻ ആവില്ല. അതുപോലെ തന്നെയാണ് കേരളത്തിന്റെ സ്ഥിതിയും. LDF ഒരു സീറ്റ് പോലും നേടില്ല എന്ന് ഇപ്പോൾ പറയുന്നുണ്ടെങ്കിലും അത് തിരിച്ചും സംഭവിക്കാനുള്ള സാധ്യത ഏറെയാണ്. ഇടതുപക്ഷത്തെ നെഞ്ചിലേറ്റിയ ജനങ്ങൾ സർക്കാരിന്റെ വിജയത്തിനായി കാത്തിരിക്കുകയാണ്. ഇപ്പോൾ പ്രശാന്തിന്റെ വാക്കുകൾ പോലെ നിലവിലെ 303 നിന്നും കൂടുതൽ സീറ്റ് BJPക്ക് ലഭിക്കുമെന്നാണ് സർവേകൾ പറയുന്നത്. ഇപ്പോഴുള്ളതിൽ നിന്നും 50ഓളം സീറ്റുകൾ കുറയുമെന്നാണ് യോഗേന്ദ്ര യാദവ് പ്രവചിച്ചത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 295 മുകളിൽ സീറ്റ് നേടി അധികാരത്തിൽ വരുമെന്ന് ഇന്ത്യ സഖ്യയോഗം വിലയിരുത്തി. BJP നേതൃത്വത്തിലുള്ള NDA 235 സീറ്റിൽ ഒതുങ്ങുമെന്നാണ് ഇവരുടെ വിലയിരുത്തൽ. ഇന്ത്യ സഖ്യ കക്ഷികളുടെ ഏജന്റുമാർ വോട്ടെണ്ണി കഴിഞ്ഞ് സർട്ടിഫിക്കറ്റുകൾ കൈപ്പറ്റുന്നതുവരെ വോട്ടെണ്ണൽ കേന്ദ്രത്തിൽ തുടരണമെന്ന് യോഗം നിർദ്ദേശിച്ചു. വോട്ടെണ്ണൽ ദിവസം BJP സഖ്യം ക്രമക്കേട് കാട്ടാൻ സാധ്യതയുള്ളതിനാൽ ആശങ്കകൾ പരിഹരിക്കാൻ ഇടപെടണമെന്ന് കാട്ടി ഇന്ത്യ സഖ്യത്തിലെ നേതാക്കൾ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ കാണും.